ചന്തേരി സിൽക്ക് സാരീസ്. പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചന്തേരി സിൽക്ക് സാരീസിനകത്ത് നല്ല രസമുള്ള 3 കളേഴ്സിൻ്റെ അകത്ത് ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ മറൂൺ ഷെയ്ഡ്. അപ്പം എനിക്കിന്ന് ഞാനിപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ഞാനൊരു കുർത്ത ഇട്ടേക്കുന്നത് ആ ഒരു കോമ്പിനേഷൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡ് ഞാൻ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മറൂൺ, ചെറിയൊരു ബർഗൻഡി ടോണിലോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ നല്ലൊരു മറൂൺ ഷെയ്ഡാണ്. അതൊരു ബേജി ടോണിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു തോന്നുന്നതാണ് കേട്ടോ. ഒരു പിങ്കിഷ് ടോൺ അവിടെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബർഗൻഡി ആണെന്ന് ചെറിയ കൺഫ്യൂഷൻ തോന്നും. മറൂൺ ഷെയ്ഡിലാണ്, ബോഡി ഫുള്ളായിട്ട് ഒരു വെർട്ടിക്കൽ പാറ്റേണിലാണ് എൻ്റെ പ്രിൻ്റ് വന്നിരിക്കുന്നത്. ജോമെട്രിക് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്, സിഗ്സാഗ് പാറ്റേണും സർക്കുലർ ഡിസൈൻസിൻ്റെ ഒക്കെ ആയിട്ട്. ആൻഡ് ദെൻ വി ഹാവ് എ ടെക്സ്ചർ ഓൾസോ ഇൻ ദിസ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫീലാണ് അത് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ലോ ബോർഡറിൽ വരുമ്പോഴത്തേക്ക് വി ഹാവ് എ ബ്യൂട്ടിഫുൾ പീകോക്ക് ഡിസൈൻ ആസ് വെൽ. തിൻ ചന്തേരിയുടെ ആയിട്ട് വന്നേക്കുന്ന ഒരു ചന്തേരിക്ക് മാത്രം സ്പെഷ്യലായിട്ട് വരുന്ന ഒരു സെറി ബോർഡർ ഉണ്ടല്ലോ, അതും ഇതിനകത്ത് നമുക്ക് കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ആൻറ്റി ഗോൾഡൻ ടോണിലാണ് വന്നിരിക്കുന്നത്. 2899 റേഞ്ചിൽ വന്നിരിക്കുന്നത്. വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടും വന്നിരിക്കുന്ന കളക്ഷനാണ്. അപ്പോൾ RGD 176 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ആസ്റ്റാക്ക് പ്രിൻസിൻ്റെ ഒരു കോമ്പിനേഷൻ പോലത്തെ ഉള്ള ഒരു ലുക്കാണ്. അതിനകത്ത് നമുക്ക് ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഒരു സ്ക്രീൻ പ്രിൻറ്റഡ് ലുക്കും കൂടെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രിൻറ്റഡ് ഡിസൈൻ വരുന്നത്. ബോഡി ഫുള്ള് സ്ക്രീനിലുമാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്ക് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, വെരി ലൈറ്റ് വെയ്റ്റ്. ഇത് വെർട്ടിക്കൽ അല്ല കേട്ടോ, ചെറിയൊരു ജസ്റ്റ് എന്താ പറയുക, ഒരു ചെറിയൊരു ലൈറ്റ് സ്ക്യൂയിങ് ഉള്ളതുപോലെയുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. യു കെൻ സീ ഇറ്റ്സ് ലൈക്ക് ബ്ലോക്ക് ഉണ്ട്. അത് നമുക്ക് ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഒരു പ്രിൻറ്റിൻ്റെ മുകളിൽ കൂടെ വേറെ ഒരു ഡീറ്റെയിലിംഗ് അങ്ങനത്തെ ഉള്ള ഒരു ലുക്കാണ്, ഒരു സ്ക്യൂഡ് ലുക്ക് അവിടെ വരുന്നുണ്ട്. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രിൻറ്റ് പാറ്റേൺ. ഇതാണ് എൻ്റെ മറൂൺ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്ലാക്ക് ആൻഡ് ഒരു നേവി ഷെയ്ഡ്. അപ്പോൾ ബ്ലാക്കിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടോണും കൂടെ അവിടെ വരുന്നുണ്ട്. സോ ദിസ് ഇസ് നൈസ്. ഒരു ബ്രൗണിഷ് ടോണിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം വിൽ ഓപ്പൺ ആൻഡ് സീ ബ്ലാക്ക്. ആണ് എൻ്റെ ബ്ലാക്കിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്രിൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ യു കെൻ സീ ഒരു ലൈറ്റ് സ്ക്യൂയിങ് അവിടെ വന്നിട്ടുണ്ട്. ഒരു സൈഡിലോട്ടുള്ള ഒരു ഡയഗണൽ പാറ്റേൺ ഫീലിംഗ്. ആൻഡ് ദെൻ ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ബ്ലൗസിനകത്ത് നമുക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് ആ ഒരു സെറി ഡീറ്റെയിലിംഗ് അല്ല അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു ടിഷ്യൂ ഫീലിൽ വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് വിത്ത് പ്രിൻറ്റും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. 2899 റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്ന സാരി. അതിൻ്റെ ലുക്ക്. RGD 176 എന്ന കോഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇത് പ്രിൻറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ട്രാൻസ്പെറൻസിനകത്ത് തോന്നത്തുമില്ല. 1 ലെയറിൽ ഇടാനും കംഫർട്ടബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതാണ്. ഈ ഒരു പീകോക്കിൻ്റെ തന്നെ റിപ്പീറ്റഡ് ഡിസൈൻസ് അവിടെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ബ്ലാക്ക് ആൻഡ് എ ബ്രൗൺ കോമ്പിനേഷൻ. ദെൻ വി ഹാവ് നേവി. പ്രിൻ്റ് കൂടുതലും നേവിയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ദ ബ്ലൗസസ്, ദിസ് ഇസ് സിമിലർ ടു ദി പ്രീവിയസ് ലുക്ക്. നമ്മൾ മറൂൺ കണ്ടില്ലേ, അതിനോട് സിമിലർ ആയിട്ടുള്ള ലുക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത് ചെറിയൊരു ഗ്രീൻ ടിൻറ്റും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൻ്റെ അകത്തും ഒരു ടെക്സ്ചർ പ്രിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പല്ലു. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. ഇത് ആക്ച്വലി ഒരു ബ്ലോക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. സോ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു സ്ക്രീൻ ഫീലാണ് വന്നത് കേട്ടോ, പക്ഷെ അത് ആക്ച്വലി ബ്ലോക്ക് ഡീറ്റെയിലിംഗ് ആണ് ആക്ച്വലി ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ദിസ് ഇസ് വെരി കംഫർട്ടബിൾ സാരീസ്. 2899 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് RGD 176 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻറ്റ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫെമിനിൻ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റിൽ ചന്തേരി സാരി, വെരി കംഫർട്ടബിൾ ചന്തേരി സാരി. ചന്തേരി സിൽക്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിലാണ് അതിൻ്റെ ഒരു
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷെയ്ഡിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ് ആണ് കേട്ടോ. ഭയങ്കര ബോൾഡായിട്ടുള്ള ലുക്കല്ല, ആ ഒരു ഫെമിനിൻ ലുക്കിൽ തന്നെ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അതിനകത്ത് തിന്നായിട്ട് വന്നിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വിത്ത് ജെറി. ഇത് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ഈവൻ ഷോർട്ടർ സൈഡിലുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. നമ്മളെ പിന്നെയും ഷോർട്ട് ആക്കത്തില്ല. ഇത് നല്ല ഒരു തിൻ ബോർഡേഴ്സ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു thing is given. So it will be helping you to look a little taller. Definitely shorter ആയിട്ട് വരില്ല. ആൻഡ് നമുക്കിതിൻ്റെ ബ്ലൗസ് സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വെൻ യു ഹാവ് ദിസ് റിയലി ബിസി പ്രിൻറ്റഡ് സാരി, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ബ്ലൗസ് വിച്ച് ഇസ് സോളിഡ് വിത്ത് ഇറ്റ്. അപ്പം സെയിം ഷെയ്ഡ്, ബേസ് ഷെയ്ഡിൻ്റെ അതേ കളറിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസ്. അതിനകത്ത് സെറി ബോർഡർ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോൺസ് ഒന്നും കൊടുത്തിട്ടുമില്ല. So this is 2899. We have this in 3 shades. This is a beautiful metallic light green shade ലാണ് വന്നിരിക്കുന്നത്. And then we have 2 different shades. യെല്ലോ ടോണും പിങ്ക് ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യെല്ലോയുടെ കൂടെ ആ ഒരു പീച്ച് ടോണാണ് അതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പല്ലുവിൻ്റെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് എ സിമ്പിളായിട്ട് കുഞ്ഞായിട്ട് സട്ടിലായിട്ട് തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് അതിൻ്റെ പല്ലുവിൻ്റെ എഡ്ജിൽ കൊടുത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് വേറെ ഡീറ്റെയിലിംഗ് ഒന്നും പല്ലുവിലായിട്ട് കൊടുത്തിട്ടില്ല. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സെറി സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ്. സോ ദിസ് ഇസ് ദി യെല്ലോ ഓപ്ഷൻ. ഇത് നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല രസമായിട്ട് തന്നെ നമുക്ക് നല്ല കളറാട്ടോ. ഫേസിന് നല്ലൊരു ഭംഗി തരുന്ന ഷെയ്ഡ്. ആൻഡ് വിത്ത് പീച്ച് ഓൾസോ ഇറ്റ് മേക്സ് ഇറ്റ് റിയലി ഗുഡ്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് ഇതാണ്. ഈ ഒരു ബിസി പ്രിൻറ്റിൻ്റെ കൂടെ വി ക്യാൻ പെയർ ലൈറ്റ് ആൻഡ് സിമ്പിൾ അങ്ങനത്തെ ഒരു ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസ്. ദാറ്റ് വാസ് യെല്ലോ ആൻഡ് ഒരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഗോൾഡൻ യെല്ലോ. ചന്ദേരി സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡൾ ഫീലിംഗ് സാരിക്ക് വരത്തില്ല. ഇറ്റ്സ് ഗോട്ട് എ നൈസ് ഷീൻ വിച്ച് ഇസ് വെരി ക്ലാസിക്. ഒരു എലഗൻറ്റ് ഷീനാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് പീച്ചി പിങ്കിൻ്റെ കൂടെ ആൻഡ് പ്രോപ്പർ പിങ്കിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. കുറച്ചൊരു അനിയൻ ടോണിലോട്ടൊക്കെ പോയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ മുന്നത്തെ സാരിക്കകത്ത് നമുക്ക് ഗ്രീൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതിനകത്താണ് എനിക്ക് ആ ഒരു ഗ്രീനിൻ്റെ ഭംഗി കുറച്ചും കൂടി തോന്നുന്നത്. ആ പിങ്കിൻ്റെ കൂടെ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കുറച്ച് സട്ടിലായിട്ടും ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ RGD 177 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2899. വെരി കംഫർട്ടബിൾ സോഫ്റ്റ് ചന്ദേരി സിൽക്കാണ് കേട്ടോ. ഭയങ്കര സുഖമാണ് ഉടുക്കാനായിട്ട്. 100% ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. ഈവൻ ചൂടത്താണെങ്കിലും ഒക്കെ നമുക്ക് ഫുൾ ടൈം വെയർ ചെയ്യാനും ഒക്കെ കംഫർട്ടബിളാണ്. വെയിറ്റ് തീരെയില്ല. എളുപ്പത്തിൽ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനും പറ്റുന്ന സാരി. ചെക്ക് ഇറ്റ് ഔട്ട്. മിറർ വർക്ക്ഡ് റയോൺ കുർത്താസ് ആൻഡ് ബോട്ടവും ദുപ്പട്ടയും ഫുൾ സെറ്റാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ലുക്കിൽ വന്നിരിക്കുന്നത്. സോളിഡ് ഷെയ്ഡ്സ്, ഹെഡ് ടു ടോ സിംഗിൾ ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടോൾ ഫീലും ട്രിം ഡൗൺ ആയിട്ടുള്ള ഫീലാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഡാർക്ക് കളേഴ്സ്. എല്ലാവർക്കും ചേരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ആൻഡ് ഓൾസോ ഇൻ എ ബഡ്ജറ്റ് റേഞ്ച്. ഇപ്പോൾ റിയൽ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക്. നെക്ക് ലൈനിലൊരു ഡബിൾ ലെയർ ഓഫ് മിറേഴ്സ് ഡയമണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. റിയൽ മിറേഴ്സാണ് കേട്ടോ. നല്ലൊരു ഗ്ലോസ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഫേസിനെ നന്നായിട്ടൊന്ന് ഫ്രെയിം ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ലുക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് അറ്റ് ദ സ്ലീവ്സ് ആൻഡ് ബോട്ടം. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിലും നമ്മളുടെ ഒരു സ്ലിറ്റിൻ്റെ അവിടെയും കൂടെ ആയിട്ട് ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് അന്നത്തെ ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ബോട്ടവും ടോപ്പും റയോണിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ഷെയ്ഡാണ്. അത് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന നേവി ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഒരു നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ഷെയ്ഡ്. ഈ ഷെയ്ഡും നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ വെയർ ചെയ്തിട്ടുള്ള ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഹൗ ദിസ് കംസ് ഔട്ട്. ആൻഡ് സെയിം തന്നെയാണ്. ഇലാസ്റ്റിക്കേറ്റഡ് ബാക്ക് വേസ്റ്റ് ബാൻഡും ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഫ്രണ്ടും ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ഈ ചൂടതാണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് റയോൺ. റയോൺ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റയോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഇതല്ല. നമുക്ക് പ്ലാൻ ബേസ്ഡ് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടണൊക്കെ പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു
മെറ്റീരിയൽ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫൈബർ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആണ്. ദുപ്പട്ട റയോൺ അല്ല കേട്ടോ, ഇത് സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്, എന്നാലും സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഫുൾ സോളിഡ് ലുക്കിൽ വന്നിട്ട് ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ലുക്ക്, അതാണ് ഈ ഒരു ഡീറ്റെയിലിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് 119 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ദാറ്റ് വാസ് മറൂൺ ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലാക്ക് വരുന്ന ഷെയ്ഡാണ് ബ്ലാക്ക്. ബ്ലാക്ക് ഇസ് ഓൾസോ വൺ കളർ എ ലോട്ട് ഓഫ് പീപ്പിൾ പ്രിഫർ. നമുക്കൊരു പാർട്ടി വെയർ ലുക്കിന് ആക്ച്വലി ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല ഹെവി ആയിട്ട് ആക്സസറൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു പാർട്ടി വെയർ ലുക്കിന്, ഇപ്പോൾ വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് ഫങ്ഷൻസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ അതിനൊക്കെ പോകാനും ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റാണ്. ബ്ലാക്ക് ഇതേപോലെ തന്നെയാണ്. സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് നമുക്ക് ഏകദേശം എനിക്കൊരു റിസ്റ്റ് ലെങ്തിൻ്റെ അവിടെ വരുന്നുണ്ട്. കുറച്ചൊരു ലൂസ് ഫിറ്റിംഗ് ആണ്. സോ ഇഫ് യു ലൈക്ക് യു ക്യാൻ ആക്ച്വലി ഓൾട്ടർ ഇറ്റ്. നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ, കുറച്ചൊന്ന് ലൂസ് ഫിറ്റിങ്ങിലായിട്ടുള്ള ഒരു ദിസ് ഫിറ്റ് ഇസ് ലൈക്ക് ദറ്റ്. ഈ ഒരു കുർത്ത അല്ലെങ്കിൽ ഫുൾ കുർത്ത സെറ്റിൻ്റെ ഫിറ്റിംഗ് വന്നിരിക്കുന്ന ഒരു ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള, ഇങ്ങനെ ഫിഗർ ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു ലുക്കല്ല, റയോണും കൂടെ ആണല്ലോ. ദിസ് ഇസ് ദി ബ്ലാക്ക് ഓപ്ഷൻ, സെയിം ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സെമി സിൽക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് ദി ബോട്ടത്തിനകത്ത് നമുക്ക് ഹെമ്മിൽ ഫിറ്റഡ് അല്ല, അതും ലൂസ് ഫിറ്റിങ്ങിൽ തന്നെയാണ്. NI253 എന്ന കോഡിലുണ്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.